ആ തീരുമാനമുണ്ടായാൽ ഏറ്റവും വലിയ വ്യക്തിപരമായ നഷ്ടമാർക്കാണ് എന്ന് ചോദിച്ചാൽ അത് സഖാവ് PKVക്കായിരുന്നു. കാരണം അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു PKV. തനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമല്ല പ്രധാനം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഐക്യനിര ശക്തിപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയമാണ് എന്ന് കണ്ട് ആ രാഷ്ട്രീയ നിലപാടിനു വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിട്ടാണ് സഖാവ് PKVയെ നമ്മൾ കാണേണ്ടത്. ഒരു പ്രാവശ്യം സഖാവ് PKVയുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാനാവാത്ത സ്വഭാവ സവിശേഷത, നമ്മളെല്ലാം ആകർഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു സഖാവ് PKV എന്ന് പറയാൻ ഞാൻ തീർച്ചയായും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് സഖാവ് PKV. ഇനി അങ്ങനെ ഒരു PKV ഉണ്ടാവില്ല. പലരും പറയാറുണ്ട് AKGയോ PKVയോ VMS അതുപോലുള്ള ആളുകളൊക്കെ ഇനിയും എന്തുകൊണ്ടുണ്ടാവില്ല. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ മൂശയിൽ രൂപപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളാണ് ഇവരെല്ലാം. PKVക്ക് പകരം വെക്കാൻ PKV അല്ലാതെ വേറെ ആരുമില്ല. PKV നിർവഹിച്ച ചുമതലകൾ കൂട്ടായ നിർവഹണത്തിലൂടെ പിന്നീട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാണ് CPI ശ്രമിച്ചത്. അങ്ങനെയേ ശ്രമിക്കാനാവുള്ളൂ. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ വിവിധ ജില്ലകളുമായിട്ട് ബന്ധപ്പെടുത്തി PKVയുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടികൾ അതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ സംബന്ധിച്ച് ഏത് ദിനാചരണ പരിപാടികളും അതിൻ്റെ തുടർച്ചയിൽ വരുന്ന ശതാബ്ദി ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളെല്ലാം വിപ്ലവ പ്രവർത്തനത്തിൻ്റെ തന്നെ അവിഭാജ്യ ഘടകങ്ങളാണ്. അത്തരത്തിൽ PKVയുടെ ജീവിതത്തെയും വർത്തമാന കാലഘട്ടത്തെയും വിമർശനാത്മകമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും പുതിയ തലമുറയെ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ആയുധവൽക്കരിക്കാനും ഈ പരിപാടി കേരളത്തിലുടനീളം ഉപകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1926 മാർച്ച് 3-ാം തീയതിയാണ് PKV കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ ജനിക്കുന്നത്. 100 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി 100 വർഷം എന്ന് പറയുന്നത് സംഭവബഹുലമായ ഒരു കാലം തന്നെയാണ്, ഒരു നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൻ്റെ കേരള ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വം കൊണ്ട് അടയാളപ്പെടുത്തിയ ചരിത്ര നിർമ്മിതിയിലെ ആധുനിക കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മുൻനിരയിലാണ് സഖാവ് PKVയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അച്ഛൻ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ മാറി മാറി പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ PKVയുടെ ബാല്യ വിദ്യാഭ്യാസ സംവിധാനം പല പല സ്കൂളുകളിലായിട്ടാണ് നടത്തിയത്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, മോനിപ്പള്ളിയിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ പൊൻകുന്നം വർക്കി PKVയുടെ അധ്യാപകനായിരുന്നു എന്നുള്ളതാണ്. വായിക്കുമ്പോൾ നമുക്ക് തന്നെ ആവേശം തോന്നുന്ന ഒന്നായിരുന്നു. ഇവിടെ
ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചതുപോലെ യഥാർത്ഥത്തിൽ PKVയെ രൂപപ്പെടുത്തുന്നത് ആലുവ UC കോളേജ് തന്നെയാണ്. UC കോളേജിൽ പഠിക്കുമ്പോഴാണ് സജീവ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം വരുന്നത്. ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ, സമരങ്ങളിൽ അദ്ദേഹം അവിടെ നിന്ന് തന്നെയാണ് പങ്കെടുക്കുന്നത്. വളരെ വേഗം UC കോളേജിലെ ഏറ്റവും പ്രമുഖനായ അറിയപ്പെടുന്ന വിദ്യാർത്ഥിയായി PKV മാറുകയും തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയൻ്റെ ഭാഗമായി UC കോളേജിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയും UC കോളേജ് പഠനം കഴിഞ്ഞ് PKV തിരുവനന്തപുരത്ത് ലോ കോളേജിൽ ചേർന്നു. ആ സന്ദർഭത്തിലാണ് നിയമപഠനം നടത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യ ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ശക്തിയായ പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ മുൻനിരയിൽ അദ്ദേഹം നിലകൊണ്ടു. ആ സന്ദർഭത്തിലാണ് PKVയെ തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്കാണ് അദ്ദേഹം കടന്നുപോകുന്നത്. ഈ സന്ദർഭത്തിൽ 1945 PKV കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1945 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയിൽ അംഗമായി പ്രവർത്തനം ആരംഭിച്ചു. 45 എന്ന് പറയുമ്പോൾ തുടർന്ന് വരുന്ന ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടം കേരളത്തിലുടനീളം ഉണ്ട്. 45 കാര്യം പറയുമ്പോൾ 1937 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സെല്ല് രൂപീകരിക്കുന്നത്. കോഴിക്കോട് അങ്ങാടിയിലെ ഒരു പച്ചക്കറി പീടിയുടെ മേലെ 4 ആളുകൾ മാത്രം പങ്കെടുത്തുകൊണ്ട് കൃഷ്ണപിള്ളയും EMSഉം കെ ദാമോദരനും NC ശേഖർ കാട്ടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണപിള്ള സെക്രട്ടറിയായിട്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഘടകം. അത് കഴിഞ്ഞ് 1939 അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുകയാണ്. പാറപ്പുറത്ത് പിണറായി. അത് കഴിഞ്ഞ് 5 വർഷമാകുന്നതിന് മുമ്പ് സഖാവ് PKV പാർട്ടിയിൽ അംഗത്വം എടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിന് PKVയെ നിയോഗിച്ചത് 1946 പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകാനുഭവം. ലോകം തന്നെ ശ്രദ്ധിച്ച പാവപ്പെട്ട അധ്വാനിക്കുന്ന ജനത സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മുമ്പിൽ പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടാനുള്ള നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടേക്ക് വന്ന ആ ഒരു ജനസമൂഹം, പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച്, വെടിവെപ്പ്, മരണം, കൊലപാതകങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ മൂകമായി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു അന്ന് ചേർത്തലയും അതുപോലെ തന്നെ അമ്പലപ്പുഴയും. ഈ 2 മേഖലയിലേക്ക് അന്ന് നേരിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കടന്നു പോവുക എന്നുള്ളതൊക്കെ പ്രയാസകരമായ അവസ്ഥയായിരുന്നു 1946 ഇത് കഴിഞ്ഞപ്പോൾ. അപ്പോഴന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുട്ടികളെ, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സമാധാനപരമായ, നിശബ്ദമായ, ഒന്നും ചെയ്യാൻ ആർക്കും കഴിയാത്ത, പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആ പ്രദേശത്തുള്ള ആളുകളെ, നിരവധി ആളുകൾ മരിച്ചിരിക്കുക. ഒരു ചുടുകാട് എന്ന് പറയുന്നത് വെറുതെയുള്ളൊരു പേരല്ല, നിരവധി ആളുകളെ സംസ്കരിച്ചൊരു കേന്ദ്രമാണ്. അങ്ങനെ നിശ്ചയമായി കിടക്കുന്ന ആ പ്രദേശത്ത്
അത്തരത്തിലുള്ള കുടുംബാംഗങ്ങളെ സ്വാന്തനപ്പെടുത്തുന്നതിനു വേണ്ടി പാർട്ടി അന്ന് നിയോഗിച്ച വിദ്യാർത്ഥി സ്ക്വാഡിൻ്റെ നേതാവായിട്ടാണ് PKVയെ അന്ന് കണ്ടത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ വേണ്ടി അന്ന് വിദ്യാർത്ഥി നേതാവായിട്ടുള്ള PKVയെ ചുമതലപ്പെടുത്തി അവരുടെ നേതൃത്വത്തിൽ അത്തരമൊരു പ്രവർത്തനം സംഘടിപ്പിക്കുകയുണ്ട്. ഇത് 46-ലാണ്. 46 കഴിഞ്ഞ് 47 ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടി. 48 ആകുമ്പോഴേക്ക് പിന്നീട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ കൽക്കത്ത തീസിസിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒളിവിൽ പോകുന്ന സാഹചര്യം വന്നു. PKVയും ഒളിവിൽ പോയി. 47 വളരെ ചെറുപ്പമാണെന്ന് കണ്ടോളൂ. PKV ഒളിവിലേക്ക് പോവുകയാണ്. മറ്റു പല നേതാക്കളും ചെയ്തതുപോലെ തന്നെ PKV പേര് മാറ്റി കേരളത്തിലുടനീളം സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകി. അന്ന് സഖാവ് PKVയുടെ പേര് വത്സൻ എന്നായി. വത്സൻ എന്ന പേരിലാണ് സഖാവ് PKV അന്ന് കേരളത്തിലുടനീളം രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തിയത്. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള പരസ്യമായ ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേരളം പൊതുവെ അന്ന് രഹസ്യ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നേതാക്കൾ സഞ്ചരിച്ച് വീടുകളിലൊക്കെ ഒളിവിൽ കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കാലം. ഈ ഒരു സന്ദർഭത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൻ്റെ ഒപ്പം തന്നെയാണ് സഖാവ് വിവാഹിതനാകുന്നത്. നേരത്തെ ഇവിടെ UC കോളേജിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ സഖാവ് P. ഗോവിന്ദപിള്ളയെ പരാമർശിച്ചു. ഗോവിന്ദപിള്ളയുടെ സഹോദരിയെ രണ്ട് കുടുംബങ്ങളും പരസ്പരം ആലോചിച്ച് വിവാഹം നിശ്ചയിക്കുകയും കല്യാണം നടക്കുകയും ചെയ്യുകയാണ്. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെയാണ് KP ലക്ഷ്മിക്കുട്ടിയമ്മ PKVയുടെ സഹധർമ്മിണിയായി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സന്തതി ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി വെള്ളത്തിൽ വീണ് മരിച്ച ദാരുണമായ സംഭവം ഉണ്ടായി. അപ്പോഴും PKV ഒളിവിലാണ്. ആ മരണത്തെ തുടർന്ന് ആ കുട്ടിയെ ഒന്ന് കാണാനോ അതുപോലെ തന്നെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനോ ഒന്നും സഖാവ് PKVക്ക് സാധിക്കുന്നില്ല. നമുക്കിത് പറയാൻ ഒരു എളുപ്പമുള്ള കാര്യമാണെങ്കിലും അതെങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് എന്ന് നമുക്ക് തന്നെ പറയാനാവാത്ത രീതിയിൽ അത്രയും ആഘാതത്തിലുള്ളതാണ്. അച്ഛന് മകളെ കാണാനാവുന്നില്ല, ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാവുന്നില്ല. വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് പോലീസ് വൃന്ദമാകെ ആ വീടിനും ചുറ്റുവട്ടം വളഞ്ഞിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ദുഷ്കരമായ അനുഭവങ്ങൾ സഖാവ് PKVക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. 1951 പുതിയ നിലപാട് സ്വീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഒളിവിൽ നിന്നുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച് വത്സൻ സഖാവ് PKV ആയിട്ട് വീണ്ടും മാറുന്നു. 1951. 1951 ശേഷം അഖിലേന്ത്യാടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി അഖിലേന്ത്യാ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി സഖാവ് PKV മാറുകയും ഇന്ത്യയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ സഖാവ് PKV മാറി. ധാരാളം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക്, സമരങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. 30 ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, ലോക്കപ്പിലിട്ടു. ഒരു സൗകര്യവുമില്ലാതെ ലോക്കപ്പറയിൽ ഗത്യന്തരമില്ലാതെ അവസാനം നിരാഹാര സമരത്തിലേക്ക് പോയി.
അങ്ങനെ നിരാഹാര സമരം നടത്തിയിട്ടാണ് ഏറ്റവും അവസാനം അവരെ സബ് ജയിലിലേക്ക് മാറ്റിയത്. അങ്ങനെ ജയിൽ മോചിതനായിട്ട് കടന്നു വന്ന PKV കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് 1954 ജനയുഗം പത്രാധിപരായിട്ട് PKV മാറുക. ജനയുഗത്തിൻ്റെയും പിന്നീട് നവയുഗത്തിൻ്റെയും എല്ലാം പത്രാധിപരായിട്ടുള്ള സുദീർഘമായ ഒരു ചരിത്രം പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനുണ്ട്. 1957 ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടാമത് പൊതു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ PKVയെ തിരുവല്ലയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു, പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക്. ഒരു വലിയ പോരാട്ടമായിരുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട PS ജോർജ് ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് മത്സരം. ആ മത്സരത്തിൽ സഖാവ് PKV ജയിക്കുക തന്നെ ചെയ്തു. പാർലമെൻറ്റിലേക്ക് 1957 പാർലമെൻറ്റിലെത്തിയപ്പോൾ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, അതിൻ്റെ ഒന്നും ആവർത്തനത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പാർലമെൻറ്റിലെ ഏറ്റവും ശ്രദ്ധേയനായ പാർലമെൻറ്റേറിയനായി MP എന്ന രീതിയിൽ തിളങ്ങാൻ, ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വതല സ്പർശിയായ മേഖലയിലുള്ള ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ സന്ദർഭത്തിലാണ് 1959 ഒരു ഏകീകൃത യുവജന സംഘടന, നേരത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഒരു ഏകീകൃത യുവജന പ്രസ്ഥാനം രൂപപ്പെടുത്തണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടി തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ AYF-ന്റെ രൂപീകരണം നടക്കുന്നത്. AYF രൂപീകരിച്ചപ്പോഴതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായി സഖാവ് PKVയാണ് തിരഞ്ഞെടുത്തത്. നേരത്തെ തിരുവിതാംകൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രസിഡന്റായി, പിന്നീട് കേരളത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രസിഡന്റായി, അഖിലേന്ത്യ പറയുമ്പോൾ അതിൻ്റെ പ്രസിഡന്റായി, ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രസിഡന്റായി 1959 സഖാവ് PKV മാറുകയും വിമോചന സമരത്തിൻ്റെ കാലം. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല, ഒരുപാട് പറയാനുണ്ട് PKVയെ സംബന്ധിച്ച്, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുകയല്ല. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും മത്സരിച്ചു. ഇതിൻ്റെ ഒപ്പം തന്നെ ലോക യുവജന പ്രസ്ഥാനം അന്ന് സജീവമായിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു. ആ ലോക യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ PKVയെ തിരഞ്ഞെടുക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ലോക യുവജന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം മുന്നോട്ടേക്ക്. 62 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PKV അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി 62. അങ്ങനെ പാർലമെൻറ്റേറിയൻ എന്ന രീതിയിൽ വമ്പിച്ച സ്വീകാര്യതയാണ് പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയത്. ഇന്ദിരാഗാന്ധിയും മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള ആളുകൾ PKVയെ സ്പീക്കറാക്കിയാൽ എന്താണ് എന്ന കാര്യം ഇങ്ങോട്ട് അന്വേഷിച്ചിരുന്നു. അന്ന് CPI ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അഖിലേന്ത്യ പാർലമെൻറ്റിലെ സ്പീക്കറാവാനുള്ള അന്നത്തെ നിർദ്ദേശം ഉപേക്ഷിക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട സംഘടനാ പ്രവർത്തനത്തിലേക്ക് മുഴുകണം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി 1977 എല്ലാവർക്കും അറിയുന്നത് പോലെ AK ആന്റണിയുടെ മന്ത്രിസഭ രൂപപ്പെട്ടു വന്നപ്പോൾ ആ മന്ത്രിസഭയിൽ 1977 ആന്റണി മന്ത്രിസഭയിലെ 2 പ്രധാനപ്പെട്ട വകുപ്പ്, വ്യവസായവും അതുപോലെ തന്നെ വൈദ്യുതി, ഈ 2 വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായിട്ടാണ് പിന്നീട് PKVയെ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് 1978-79 ആവുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി PKV വരിക. അങ്ങനെ ഒരു സുദീർഘമായ ഒരു ചരിത്രം PKVയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവും. 1978-79 ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ പ്രസക്തി, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ അവസാനിച്ച ഘട്ടം 1977 കഴിഞ്ഞ് 78-79 ആവുമ്പോഴേക്ക്
ബട്ട് പാർട്ടി കോൺഗ്രസ്, CPI ഞങ്ങളുടെ ജലന്ധർ പാർട്ടി കോൺഗ്രസ്, 2 പാർട്ടി കോൺഗ്രസ് പൊതുവായ ഒരു വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ഐക്യത്തിൻ്റെ പ്രസക്തി, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പുതിയ കാഴ്ചപ്പാട് തന്നെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി 10ാം പാർട്ടി കോൺഗ്രസ്സാണ് ജലന്ധർ പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസ്സാണ് മുന്നോട്ടേക്ക് വെച്ചത്. CPIയുടെ ബഠിന്ദ പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷ ഐക്യത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യം CPIയും മുന്നോട്ടേക്ക് വെച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് രൂപീകരിക്കുന്നതിന് വേണ്ടി CPIക്കകത്ത് പ്രവർത്തിച്ച ഏറ്റവും പ്രമുഖനായ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഞാൻ ഉറപ്പിച്ചു പറയും PKB ആണെന്ന്. അത് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനാണ്. ആ തീരുമാനമുണ്ടായാൽ ഏറ്റവും വലിയ വ്യക്തിപരമായ നഷ്ടമാർക്കാണ് എന്ന് ചോദിച്ചാൽ അത് സഖാവ് PKBക്കായിരുന്നു. കാരണം അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു PKB. തനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമല്ല പ്രധാനം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഐക്യനിര ശക്തിപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയമാണ് എന്ന് കണ്ട് ആ രാഷ്ട്രീയ നിലപാടിനു വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിട്ടാണ് സഖാവ് PKBയെ നമ്മൾ കാണേണ്ടത്. പിന്നീട് വർത്തമാനകാലം ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് ഈ ഘട്ടത്തിലാണ്. 1979 PKB രാജിവെക്കുന്നു. 80ഓടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നു. 80ലെ തിരഞ്ഞെടുപ്പിൽ സഖാവ് നായനാർ മുഖ്യമന്ത്രിയാവുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി CPIയും CPMഉം വളരെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ തമ്മിൽ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളെന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന രീതിയിൽ PKBയൊക്കെ ആയിട്ട് അടുത്ത് ബന്ധപ്പെടാൻ സാധിക്കുന്നത്. ഇവിടെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സംഘടനാപരമായ രീതിയിൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമൊന്നും ഞങ്ങൾക്കാർക്കും ലഭിച്ചിരുന്നില്ല സഖാവ് PKBയുമായിട്ട്. ഞങ്ങൾ 2 പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഘട്ടം, ഞങ്ങൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ഘട്ടമാകുമ്പോഴേക്ക് 1979-80 ആകുമ്പോഴേക്ക് 80-ൽ DYFI രൂപീകരിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ട് ഞങ്ങളൊക്കെ ഡൽഹി ഇവിടെ ഈ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുമ്പോഴാണ് PKB ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും അതുപോലെ തന്നെ അടുത്ത് പരിചയപ്പെടാനും ഞങ്ങൾക്കെല്ലാം അവസരം കിട്ടിയത്. വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യരുമായി സഹവാസം ബന്ധം രൂപപ്പെടുത്തിയിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിട്ട് പറയാനാവും, ഒരു പ്രാവശ്യം സഖാവ് PKBയുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാനാവാത്ത സ്വഭാവ സവിശേഷത നമ്മളെല്ലാം ആകർഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു സഖാവ് PKB എന്ന് പറയാൻ ഞാൻ തീർച്ചയായും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടാൽ മറക്കാനാവാത്ത ഓർമ്മകളായിരിക്കും ആ സൗഹൃദമായ അന്തരീക്ഷം രൂപപ്പെടുത്തിയ സഖാവ് PKBയുടെ ആ സംഭാഷണമായാലും പെരുമാറ്റമായാലും നമ്മളോടുള്ള. ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വളരെ ചെറുതാണല്ലോ അന്ന്. ഞങ്ങളോടെല്ലാം കാണിക്കുന്ന ഒരു സ്നേഹ വായ്പ, ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ചെറുതായി പോകും, നമ്മളോട് കാണിക്കുന്ന ഒരു ബഹുമാനം, ഇതെല്ലാം അനുഭവിക്കുക എന്നുള്ളത് അതുപോലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ച് PKBയെ പോലുള്ള ആളുകളുടെ ഒരു പെരുമാറ്റ പ്രത്യേകതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കിതെല്ലാം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് സഖാവ് PKB. ഇനി അങ്ങനെ ഒരു PKB ഉണ്ടാവില്ല. പലരും പറയാറുണ്ട് AKGയോ PKB UVMS അതുപോലുള്ള ആളുകളൊക്കെ ഇനിയും ഉണ്ടാവില്ല. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ മൂശയിൽ രൂപപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളാണ് ഇവരെല്ലാം. ആ ഉൽപ്പന്നങ്ങൾ ഇനി പുതിയ സാഹചര്യത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളെല്ലാം. അതിൻ്റെ പ്രത്യേകതയുണ്ട്, അതിൻ്റെ വ്യത്യാസം. PKBക്ക് പകരം വെക്കാൻ PKB അല്ലാതെ വേറെ ആരുമില്ല. PKB നിർവഹിച്ച ചുമതലകൾ കൂട്ടായ നിർവഹണത്തിലൂടെ പിന്നീട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാണ് CPI ശ്രമിച്ചത്. അങ്ങനെയേ ശ്രമിക്കാനാവുള്ളൂ. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ 100ാം വാർഷികം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ PKBയെ പറ്റി വളരെ ഫലപ്രദമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ, ഒരു പാഠപുസ്തകം പോലെ നമുക്ക് വായിക്കാൻ, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പുതിയ തലമുറയെ രൂപപ്പെടുത്താൻ തീർച്ചയായിട്ടും നമുക്ക് ബാധ്യതയുണ്ട്, ചുമതലയുണ്ട്. ആ ചുമതലയുടെ ഭാഗമായിട്ട് തന്നെ PKBയുടെ ജീവിതത്തെയും
PKV രൂപപ്പെടുത്തിയെടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. പിന്നീട് സഖാവ് PKV കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനത്തിലേക്ക് വന്നത്. 1979 ഇവിടെ രാജിവെച്ചതിന് ശേഷം പിന്നെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് ആ 80 തിരഞ്ഞെടുപ്പിൽ സഖാവ് PKV മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. പക്ഷേ മന്ത്രി സ്ഥാനത്തേക്ക് പോയില്ല, മന്ത്രിയായില്ല. പിന്നീട് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതമായ രീതിയിൽ തീരുമാനിക്കും. ഇവിടെ പറഞ്ഞല്ലോ, നിർബന്ധിക്കുമ്പോൾ മാത്രമേ അത്തരം ചുമതലകൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളൂ. 1984 CPIയുടെ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി 84 ഞാനിവിടുന്ന് ബിനോയിയോട് പറയുമായിരുന്നു, ഈ കേരളത്തിലെ CPIയുടെ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന സെക്രട്ടറി ആയത് സഖാവ് PKV ആയിരുന്നു എന്നുള്ളതാണ് സത്യം. 84 മുതൽ 98 വരെ ഇത്രയും കാലം CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതിനുശേഷമുള്ള കാലം പരിശോധിച്ചാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ, ഇവിടെ പറഞ്ഞതുപോലെ PKV വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിക്കണം എന്ന തീരുമാനത്തിലെടുക്കുകയും തീരുമാനത്തിൻ്റെ ഭാഗമായി പാർലമെന്റിൽ മത്സരിക്കുകയും തിരുവനന്തപുരത്ത് ജയിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ സാർവദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ MP എന്ന നിലയിലും മറ്റ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹം ലോകവ്യാപകമായ സഞ്ചാരം നടത്തിയിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനയൂത്തിൻ്റെയും നവയൂത്തിൻ്റെയും എല്ലാം പത്രാധിപരെന്ന നിലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും മത്സരിച്ച, എല്ലാ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ജനപ്രതിനിധിയായിട്ട് മാറിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് PKV എന്നുള്ളതും സത്യമാണ്. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഇന്ത്യയിലെ ദേശീയ അടിസ്ഥാനത്തിലെടുത്ത് പരിശോധിച്ചാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗമ്യമുഖമായ വിനയത്തോടുകൂടി, ഞാൻ വിനയത്തോടുകൂടി എന്ന് പറയുമ്പോൾ ബിനോയ് എന്നോട് പറഞ്ഞു, പുറത്ത് കാണുന്ന വിനയമാണ്, പക്ഷേ സംഘടനാപരമായ കാര്യത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് PKV മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്ന് ബിനോയ്, അവർക്കാണ് സംഘടനാപരമായ കാര്യങ്ങളെപ്പറ്റി അറിയാം. പക്ഷേ സൗമ്യമായ മുഖം അതായിരുന്നു എല്ലാ കാലത്തും. ചിരിച്ചുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരോടും പെരുമാറാനും, അത് പ്രായവ്യത്യാസമില്ലാത്ത രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം കണ്ടുമുട്ടിയാൽ പിന്നെ മറക്കാത്ത രീതിയിലുള്ള സവിശേഷതയോടുകൂടി പെരുമാറാനും ഒക്കെ സാധിക്കുന്ന സഖാവ് PKV യഥാർത്ഥത്തിൽ 79ാമത്തെ വയസ്സിൽ നിങ്ങൾക്കറിയുന്ന 2005 ജൂലൈ മാസം 12-ാം തീയതി ഡൽഹിയിലെ ആശുപത്രിയിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. 14-ാം തീയതിയാണ് ശവസംസ്കാരം ഇവിടെ നടന്നത്. സഖാവിൻ്റെ കുടുംബം, സഖാവിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും വളരെ വിഷമത്തോടു കൂടിയായിരുന്നു ആ ചൊല്ലൽ നടത്തിയിട്ടുള്ളത്. ആ രീതിയിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ തിരിച്ചറിവ് നേടിയ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രിയങ്കരനായ പ്രവർത്തകനും നേതാവും വഴികാട്ടിയുമായി മുമ്പോട്ടേക്ക് പോയി. ആ ഒരു മനുഷ്യായുസിൽ കറപുരളാത്ത വ്യക്തിത്വത്തിൻ്റെ പര്യായമായി കമ്മ്യൂണിസ്റ്റ് ആൾ രൂപമായി പ്രവർത്തിച്ച സഖാവ് PKVയുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സഖാവ് PKVയുടെ ജീവിതവും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ആധുനിക കേരളവും ആ കേരളത്തിനെതിരായി ലോകവ്യാപകമായിട്ട് ഉയർന്നു വരുന്ന വലതുപക്ഷ കടന്നാക്രമങ്ങളുടെ പ്രത്യേകതയും, എന്തും ചെയ്യാൻ മടിയില്ലാതെ ട്രംപ്, ഇറാനെതിരായിട്ട് കടന്നാക്രമം, ഇനി ക്യൂബക്കെതിരായിട്ട്, മെക്സിക്കോവിനെതിരായിട്ട്, ഗ്രീൻലാൻഡിനെതിരായിട്ട്, ക്യൂബക്കെതിരായിട്ട്, അതുപോലെ തന്നെ കനഡയ്ക്കെതിരായിട്ട് ഒക്കെ എന്തു ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ച് തീവ്ര വലതുപക്ഷം, അതിൻ്റെ ഒപ്പം ഈ ഇന്ത്യ നരേന്ദ്രമോദി, തീവ്ര വലതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റമായിട്ട് നിലകൊള്ളുന്ന ഈ ഗവൺമെൻറ് മതവർഗീയത,
ഹിന്ദുത്വ അജണ്ട എല്ലാം വെച്ച് ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കാനുള്ള ശ്രമം. ആ ശ്രമത്തിനേറ്റ വലിയ പരാജയമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച രണ്ട് നേതാക്കന്മാരും. നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും CPI സെക്രട്ടറിയും കൂടി ചൂണ്ടിക്കാണിച്ച ഡൽഹിയിലെ ഏറ്റവും അവസാനത്തെ സംഭവങ്ങൾ. 12 വർഷമായി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും ഈ ഇന്ത്യയിലില്ല. ചോദ്യം ചെയ്യുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ്, ദേശദ്രോഹികളാണ്, കൽത്തുറുങ്കിൽ അടക്കപ്പെടേണ്ടവരാണ് എന്ന് പ്രഖ്യാപിച്ച് എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും, എല്ലാ ജനാധിപത്യപരമായ രീതിയിലുള്ള സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും, അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പത്രപ്രവർത്തകരെയും ഉൾപ്പെടെ കൽത്തുറുങ്കിലടക്കാൻ തീരുമാനിച്ച് ഫാസിസത്തിൻ്റെ പുതിയ തലത്തിലേക്കുള്ള യാത്ര ആരംഭിച്ച നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായി ഈ ഇന്ത്യയിലെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്ന്, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിശക്തിയായ മുന്നേറ്റത്തിലൂടെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രാംഷി പറഞ്ഞ അതേ ഭാഗം. ഗ്രാംഷി പറഞ്ഞു, ആയുധപ്പുരകളല്ല ഭാവി നിർണയിക്കുന്നത്. ആയുധപ്പുരകളെ പൗരസമൂഹം അംഗീകരിക്കുന്നത് അവരുടെ ബോധനിലവാരത്തിൻ്റെ അർത്ഥതലം വെച്ചുകൊണ്ടാണ്. ഈ ഭരണകൂടത്തിന് ഞങ്ങളെ അടിച്ചമർത്താൻ അവകാശമുണ്ട് എന്ന പൗരസമൂഹത്തിൻ്റെ മനസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് അവരെ അടിച്ചമർത്താനാവുന്നത്. എന്നാണോ നിന്റെ കടന്നാക്രമങ്ങളെ അഭിമുഖീകരിക്കാൻ ഞാനും എൻ്റെ ഒപ്പമുള്ളവരും തയ്യാറായിരിക്കുന്നു എന്ന് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്നത്, അന്ന് ഈ ആയുധപ്പുരകളെല്ലാം നിശ്ചലമായിട്ട് നിൽക്കും. ഭാവി നിർണയിക്കുന്നത് ജനങ്ങളായിരിക്കും എന്ന ഗ്രാംഷ്യൻ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും ശരിയായ പ്രകടമായ രൂപമാണ് 12 കൊല്ലക്കാലൊരു വ്യാഴവട്ടക്കാലം പൂർണ്ണമായി ഈ ഇന്ത്യയെ അടക്കി ഭരിച്ച BJP ഗവൺമെൻറ്റിനെ മുട്ടുകുത്തിക്കുന്നതിനു വേണ്ടി സാധിച്ച വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം, അതിൻ്റെ ഒപ്പം ചേർന്ന മുഴുവൻ ജനാധിപത്യ ശക്തിയുടെ പോരാട്ടം. ആ പോരാട്ടം ഇനിയും മുന്നോട്ടേക്ക് പോകും, മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിന് ഊർജ്ജസ്രോതസ്സായി ഇവിടെ PKB ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ, അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആൾരൂപങ്ങളായിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവരുടെ എല്ലാ അർത്ഥത്തിലുള്ള അനുഭവങ്ങളെയും സ്വാംശീകരിക്കാനും അതുകൂടി ചേർത്തുകൊണ്ട് പുതിയ തലമുറയെ, ജെൻസിയെ ഉൾപ്പെടെ മുന്നോട്ട് നീക്കാൻ. ജെൻസിയെ പറ്റി പലരും പറയുന്നത് അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് പ്രത്യശാസ്ത്രമില്ല, അവർ ഗൗരവപൂർവ്വം ഒന്നും പഠിക്കാനും മനസ്സിലാക്കാനും കൂട്ടാക്കുന്നില്ല, അരാഷ്ട്രീയവാദികളും അരാജകവാദികളുമായിരുന്നു അവർ എന്നാണ്. എന്തേ ഡൽഹിയിൽ കണ്ട കാഴ്ച? അവർ അരാഷ്ട്രവാദികളും അരാജകവാദികളുമായിരുന്നോ? ഈ സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള നിശ്ചയമായും മുന്നോട്ടേക്ക് വരുന്ന ഉജ്ജ്വലമായ പൈതൃകമായിട്ടല്ലേ അവർ ഇതിൻ്റെ എല്ലാം മുന്നിൽ നിന്നത്? അവർക്കതെല്ലാം ചെയ്യാനാവും. ഈ ജെൻസിയെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് മുന്നേറാനാവും. ലെനിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിശ്ചലമായിട്ട് സമൂഹം 10, 15, 20 വർഷങ്ങൾ നിന്നു എന്ന് വരാം. ആ നിശ്ചലതയിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് ചടുലമായ രീതിയിൽ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഉജ്ജ്വലമായ അധ്യായങ്ങൾ രചിക്കാം എന്നാണ്. അതാണ് ലോകത്തിൻ്റെ അനുഭവം. 10-12 വർഷക്കാലം ഈ എന്താണ് വഴി എന്നാലോചിച്ച് നിന്നപ്പോൾ നമുക്ക് വഴിയുണ്ടായിരിക്കുന്നു എന്ന് നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന് ഭരണകൂടത്തിനെതിരായ അതിശക്തിയായ പോരാട്ടത്തിൻ്റെ മുമ്പിൽ പതറാതെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കണ്ണും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് മുമ്പോട്ടേക്ക് വന്ന ആവേശകരമായ ഒരു ചിത്രം ഈ ലോകത്തിൻ്റെ മുമ്പിൽ കേരളം, അതുപോലെ തന്നെ ഇന്ത്യ എല്ലാം തന്നെ ചേർന്ന് മുമ്പോട്ടേക്ക് പോയി. ഇതിനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകും. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു വർഷക്കാലം PKBയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധമായ പഠനങ്ങളോടുകൂടി ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി ചേർത്ത് നല്ല പഠന വിഷയമാക്കി വലിയ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ സംവിധാനം ഇതിൻ്റെ ഭാഗമായി രൂപം കൊള്ളും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും അതിൽ ഞങ്ങളെല്ലാം ക്ഷണിക്കാനും ഉൾപ്പെടെ തീരുമാനിച്ച CPIയുടെ സംസ്ഥാന നേതൃത്വത്തെ തീർച്ചയായിട്ടും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. PKBയുടെ സ്മരണക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.